നമസ്കാരം. അമ്മ മഹാമായയുടെ കൃപാകടാക്ഷത്താൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അമ്മയുടെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. പുതിയ തുടക്കം അനിവാര്യമായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് പറയാം. നിങ്ങളുടെ ചിന്തകൾ പ്രവർത്തിപ്പിക്കേണ്ടതായ ആ സമയം കടന്നു വന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം അത്തരം കാര്യങ്ങളിൽ ഒരു പിന്നോട്ട് പോക്ക് പാടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽപരമായാണ് എങ്കിലും നിങ്ങളുടെ മറ്റ് ബന്ധുക്കളോ അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ശത്രു സാന്നിധ്യം കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പ്രീതി കുറയുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. നിത്യവും ഒരു സ്ട്രഗിൾ അനുഭവപ്പെടുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. പല കാര്യങ്ങളിലും തടസ്സങ്ങളും മനക്ലേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് നിത്യവും നിങ്ങളെ അലട്ടുന്നതായ സാഹചര്യം പോലും നിലവിലുണ്ട് എന്നത് വാസ്തവമാണ്. പലരും ചതിയിലൂടെ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്താണോ അത്തരം കാര്യങ്ങൾ കൈക്കലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. അതേപോലെ വ്യാഴം മാറാത്തതായ അവസ്ഥ, നിങ്ങളുടെ സൗഭാഗ്യം മറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് എന്നൊരു ചിന്ത വരികയും എന്നാൽ നിങ്ങൾക്ക് പ്രതികൂലമായി തീരുകയോ ആ കാര്യം നിങ്ങളിലേക്ക് കടന്ന് വരാത്തതായ സാഹചര്യമോ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. പലപ്പോഴും സംസാര കാര്യങ്ങളിൽ പോലും ശ്രദ്ധ പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. എത്ര തന്നെ നിങ്ങൾ പ്രവർത്തിച്ചാലും പലപ്പോഴും നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതായ സാഹചര്യം. പല കാര്യങ്ങളിലും ശരിയായ ചിന്താഗതി അനിവാര്യമാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളിലെ വിശ്വാസം നിങ്ങൾ കൈവിടാൻ പാടുള്ളതല്ല. എന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എനിക്കത് സാധിക്കില്ല എന്ന ചിന്താഗതി ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതല്ല. ഈ ചിന്താഗതി തന്നെയാണ് നിങ്ങൾ മാറ്റേണ്ടത് എന്നതാണ് വാസ്തവം. നിങ്ങളിലെ ശക്തിയും കഴിവുകളും അത് ശരിയായ രീതിയിൽ മദനം ചെയ്തെടുക്കുകയാണ് എങ്കിൽ വലിയ മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന ഒരു സാഹചര്യമായിരിക്കും രൂപപ്പെടുക. മനസമാധാനം ഇല്ലാതെ ആകെ അസ്വസ്ഥമായ അവസ്ഥയുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. കലഹത്താലും മറ്റുള്ളവരുടെ തരം താഴ്ത്തിയുള്ള സംസാരത്താലും ജീവിതം പോലും മടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ശത്രു ആരാണ് എന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരാം. എന്നാൽ അവരോട് പ്രശ്നത്തിന് പോകാതെ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ഇപ്പോഴത്തേക്കാളും വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ പല വഴികളിലൂടെയും വന്നു ചേർന്നു എന്ന് വരാം. അല്ലെങ്കിൽ ജീവിതത്തെ വലയ്ക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതുമാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ
അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ബന്ധം തന്നെ ഇല്ലാതാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അവരോട് പെരുമാറുമ്പോൾ ക്ഷമയോടെയും സ്നേഹത്തോടെയും പെരുമാറുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. മറ്റുള്ളവർ എന്തു പറയും എന്ന് ചിന്തിക്കാതെ സ്വന്തം തീരുമാനങ്ങളിലും കർമ്മത്തിനും പ്രാധാന്യം നൽകിയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന ബോധ്യം അമ്മ മഹാമായ തന്നെ നൽകുന്നതായ സാഹചര്യമുണ്ട്. അമ്മയുടെ അനുഗ്രഹം, കൃപാകടാക്ഷം പല അവസരങ്ങളിലും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളാകാം നിങ്ങൾ. ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ദേവി നിങ്ങളെ കൈപിടിച്ച ധാരാളം സന്ദർഭങ്ങൾ, അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പിന്തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കും ബോധ്യപ്പെടാവുന്നതുമാണ്. ആത്മീയപരമായ വളർച്ചയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നവരാകാം എന്നതും വാസ്തവമാണ്. സ്ത്രീകളാണ് എങ്കിൽ അവർക്ക് വിവാഹം പോലും നടക്കാത്തതായ അവസ്ഥയോ, ഇഷ്ട പങ്കാളിയെ ലഭിക്കാത്ത അലയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വളരെയധികം വിഷമകരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന അലട്ടുന്ന ഒരവസ്ഥ നേരിടുന്നു എന്നതാണ് വാസ്തവം. അമിതമായ ആസക്തി അത് എന്തിനോടാണ് എങ്കിലും പാടുള്ളതല്ല. എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. അമിതമായി ആരെയും വിശ്വസിക്കേണ്ടതായിട്ടില്ല. സ്വയം സ്നേഹിക്കുവാനും സ്വന്തം താല്പര്യങ്ങൾക്കും സമയം കണ്ടെത്തേണ്ടതും അനിവാര്യമാണ്. ഇപ്പോൾ ഒരു മോശമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ജീവിതത്തിൽ പുരോഗതി ഇല്ലാതെ തളർന്ന് ഇരിക്കുന്നതായ സാഹചര്യം പോലും ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് അമ്മയുടെ അനുഗ്രഹത്താൽ കാണുവാൻ സാധിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അതിന് ഫലം ലഭിക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീകരണം ലഭിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈശ്വരാനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ ആരോ ചതിക്കുന്നു എന്നൊരു സാഹചര്യം പോലുമുണ്ട്. പുറമേയുള്ള ശത്രുവിനേക്കാൾ എത്രയോ ശക്തിയാർന്ന ശത്രുവാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്നതും വാസ്തവമാണ്. ഏവരെയും കുറിച്ചല്ല, ചില വ്യക്തികളെങ്കിലും അപ്രകാരമായിരിക്കാം എന്നതാണ് വാസ്തവം. ചതി, കാപട്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരോ നിങ്ങൾക്കൊപ്പം ഉണ്ടാകാം. അവർ നിങ്ങൾക്കൊപ്പം എപ്പോഴുമുള്ള വ്യക്തികളുമാകണമെന്നുമില്ല. എന്നാൽ ചിലരെങ്കിലും അത്തരത്തിൽ ഉണ്ടാകാം എന്നതാണ്. നിങ്ങളുടെ കർമ്മത്തെ അവർ പലപ്പോഴും അതിവിദഗ്ധമായി തടയുന്നതായ സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരായി തീരുന്ന സാഹചര്യമുണ്ട്. അത് തെറ്റിദ്ധാരണ മൂലമാകാം. അത്തരം ചില വിഷമകരമായ സാഹചര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. വളരെ നല്ല വ്യക്തികളാണ് നിങ്ങൾ എന്നത് വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും അത് തിരിച്ചറിയണം എന്നില്ല. പലപ്പോഴും നിങ്ങളെ മോശക്കാരാക്കുന്ന സാഹചര്യങ്ങൾ പലരുമായി ബന്ധപ്പെട്ടുമുണ്ട്. അത് ജീവിതത്തിൽ വളരെ വിഷമകരമായി അനുഭവിച്ചു പോരുന്ന കാര്യമാണ്. വലിയ പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതും വാസ്തവം തന്നെയാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും നിങ്ങളോട് ഈ ചതി ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് പോലും സാക്ഷാൽ അമ്മ മഹാമായയുടെ അനുഗ്രഹത്താലാണ് അത് സംഭവിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും അമ്മയെ നിങ്ങൾ നിത്യവും ആരാധിക്കേണ്ടതും അനിവാര്യമാണ്. നിങ്ങൾ എന്താണോ ഈ സമയം ആഗ്രഹിക്കുന്നത്, ആ ഒരു മാറ്റം നിങ്ങൾ കൃത്യമായി ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. എന്തെങ്കിലും ചെയ്യണം, വെറുതെ ഇരുന്നാൽ പറ്റില്ല എന്നൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നു എങ്കിൽ
അത്തരം കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. മറ്റുള്ളവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നിങ്ങളെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന സാഹചര്യം പോലും പലപ്പോഴുമുണ്ട്. എവിടെയൊക്കെയോ നിങ്ങളെ തളച്ചിട്ടിരിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. എടുത്തുചാട്ടം നിങ്ങൾക്കുണ്ടാകാം, അല്ലെങ്കിൽ എടുത്തുചാട്ടം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരു കാര്യം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ, ഉത്സാഹമുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും തന്മൂലം നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ചയാകാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി, സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളാണ് എങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ദൃഷ്ടിദോഷത്താൽ നിങ്ങൾ അലയുന്നു എങ്കിൽ അതിന് ഒരു മാറ്റം നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ കടന്നു വരുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ശരിയേത് തെറ്റേത് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതായ വിഷമതകൾ മറികടക്കുവാൻ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ആരുമില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ പോലും സാധിക്കും. നിങ്ങൾക്കൊപ്പം തീർച്ചയായും അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് എന്നതാണ് വാസ്തവം. സന്ദർഭങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള സാഹചര്യങ്ങളും കടന്നു വരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്നതുമാണ്. അമിതമായി നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ താല്പര്യമുണ്ടായി എന്ന് വരാം. എന്നാൽ അതുപോലും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങളുടെ കർമ്മത്തിലാണ് എങ്കിലും പ്രവൃത്തിയിലാണ് എങ്കിലും കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം. ഈ സമയം തീർച്ചയായും അമ്മ മഹാമായി നിങ്ങൾ വന്ദിച്ച് ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അമ്മ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ആ പോസിറ്റീവായ ഊർജത്തെ തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്നതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക.